Hello guys, very good morning. Welcome back to Manju's Testimonies and another episode. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിസണിങ് സബ് ടെസ്റ്റിനെ പറ്റിയാണ്. ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഇന്ന് ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഇൻ ബിറ്റ്വീൻ കാണിക്കുന്നുണ്ട്. അപ്പം ലിസണിങ് സബ് ടെസ്റ്റിൻ്റെ ഓരോ പാട്ടും നമ്മൾ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ആൻ ഓവർലുക്ക് ഓഫ് ദ ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസണിങ് മൊഡ്യൂളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അതിന് കുറച്ച് വീഡിയോസും ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. യൂട്യൂബിൽ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റിയ കുറച്ച് വീഡിയോസ്. അതിൽ 2 വീഡിയോസാണ്, ടെഡ് ടോക്കും അതുപോലെ GP's ബിഹൈൻഡ് ക്ലോസ് ഡോഴ്സും. ഇപ്പോൾ ഞാൻ ഈ ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ആ ഫസ്റ്റ് പാർട്ട് പാർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ GP's ബിഹൈൻഡ് ക്ലോസ് ഡോഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും ആ ഒരു വീഡിയോയും നമ്മുടെ ലിസണിങ് സബ് ടെസ്റ്റ് പാർട്ടുമായിട്ടുള്ള സിമിലാരിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓക്കെ, ജസ്റ്റ് സീ ദ വീഡിയോ. ഞാനിത് വീഡിയോസ് മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും സ്ക്രീൻ മാക്സിമൈസ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് വളരെ സ്മോളായിട്ട് തോന്നും. ഓക്കെ, ഇതാണ് ലിസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ആദ്യം കാണുന്നത് പാർട്ട് എ ആണ്. പാർട്ട് എയിൽ തന്നെ 2 സബ് പാർട്ടുകളുണ്ട്, പാർട്ട് എ 1ഉം പാർട്ട് എ 2ഉം. അതിൽ ആദ്യത്തെ 1 to 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അഗെയിൻ ദ സെക്കൻഡ് പേജിലും അതുപോലെ തന്നെ 1 to 12 ക്വസ്റ്റ്യൻസ് ആണ്, മീൻസ് 13 to 24. അപ്പോൾ ടോട്ടൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 2 പാർട്ടുകളും സെയിം ഫോർമാറ്റിലാണ്, ബട്ട് സിറ്റുവേഷൻസ് മാത്രം ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പാർട്ട് ബിയിലേക്കാണ്. പാർട്ട് ബി ആണ് ഏറ്റവും എളുപ്പമുള്ളത്. പാർട്ട് ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ആദ്യത്തെ പേജിൽ ഒരു 3 ക്വസ്റ്റ്യൻസ്, ദെൻ നെക്സ്റ്റ് പേജിലും 3 ക്വസ്റ്റ്യൻസ്, മേ ബി സെയിം പേജിലായിരിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനഫ് ടൈം കിട്ടും ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനും ഓപ്ഷൻസ് റീഡ് ചെയ്യാനും. ഇനഫ് ടൈമുണ്ട്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, ഓപ്ഷൻസ് ഒരു മിനിമം 3 ടൈംസെങ്കിലും റീഡ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടും പാർട്ട് ബി തന്നെയാണ് കേട്ടോ. അടുത്ത പോകുന്ന പാർട്ട് സിയിലേക്കാണ്. ഇതാണ് പാർട്ട് സി. പാർട്ട് സിയിൽ നമുക്ക് ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 6 ക്വസ്റ്റ്യൻ, ദെൻ സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും 6 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 12 ആണ്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് എക്സ്ട്രാക്റ്റിൻ്റെ പേജ് നമ്പറിൽ ചെറിയൊരു ചേഞ്ച് വന്ന് ഈ PDF അങ്ങനെ ആയിരുന്നു കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. അതായത് ലാസ്റ്റ് പേജ് എൻഡ് ഓഫ് ദ ടെസ്റ്റ് അതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഇത് അലൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം ഇതിലും സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും 6 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 4 ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് പേജിലായിട്ട് അതിൻ്റെ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 2 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. ഇതിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഓഡിയോയും കൂടി കേൾക്കണം അല്ലേ? അപ്പം ഓഡിയോയും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് പ്ലേ ചെയ്യിക്കാം. ഓഡിയോ കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല, കാരണം അതിനുള്ള ഒരു ടൈം നമുക്കില്ലല്ലോ. ഒത്തിരി വീഡിയോ ഒത്തിരി ലോങ് ആകും. ഞാൻ എ പാർട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. അതിനുശേഷം ബി പാർട്ടിനെയും കുറച്ച് കേൾപ്പിക്കും, സി പാർട്ടിനെയും കേൾപ്പിക്കും. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഓഡിയോയും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊന്ന് നോക്കാം. ലേറ്റർ അറ്റ് ലാസ്റ്റ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ലിസണിങ്ങിൽ ഫോളോ ചെയ്യാൻ പറ്റിയ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോളോ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ OET മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലാംഗ്വേജ് എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ട്രിക്സും ടിപ്സും ഒന്നും ലാംഗ്വേജിന് മാറ്ററല്ല. പക്ഷേ മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് OET അവരത് പ്രിപ്പയർ ചെയ്തേക്കുന്ന കുറച്ച് ട്രിക്സിനെയും ടിപ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അവരുടെ ആ ഒരു ട്രിക്ക് അവരെന്താണ് നമ്മളെവിടെയാണ് നമ്മളെ പെടുത്താൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ മോഡ്യൂൾ
നമുക്ക് പാസ്സായെടുക്കാം. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ OET പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എക്സാം പാസ്സാകുക, നമുക്കിഷ്ടമുള്ള കൺട്രിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം മോഡ്യൂൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ട്രിക്സും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതല്ല, നിങ്ങളുടെ ജനറൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ലാംഗ്വേജിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നും പഠിച്ച് ഒരു ഇൻഡെപ്ത് അനലൈസേഷൻ അതിനാവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അതിനുശേഷം നമുക്ക് രണ്ടും കൂടി ഒന്ന് കാണാം. ഓക്കെ. Occupational English Test. Listening Test. This test has 3 parts. In each part, you'll hear a number of different extracts. At the start of each extract, you'll hear this sound. You'll have time to read the questions before you hear each extract, and you'll hear each extract once only. Complete your answers as you listen. At the end of the test, you'll have 2 minutes to check your answers. Part A. In this part of the test, you'll hear 2 different extracts. In each extract, a health professional is talking to a patient. For questions 1 to 24, complete the notes with information you hear. Now look at the notes for extract 1. Extract 1. Questions 1 to 12. For questions 1 to 12, complete the notes with a word or short phrase. You now have 30 seconds to look at the notes. Nice to see you again, Tom. How are you today? I'm okay. So I understand that since I was seeing you that while ago, that you're in hospital again. Yeah. So can you tell me a bit more about what happened before that? Well, it was a few months ago now. Yeah, I'd done quite well for a number of years. Sort of kept it under control, really. But yeah, I mean, I've not seen you since your gap year, wasn't it? yeah, so that was 4 years ago. And so yeah, it was quite disappointing to go through it all again. But it sort of started at the towards the end of university. So I was doing law. ടോക്കിംഗ് ലൈക്ക് എ വാവ്, എന്തൊരു നൈസ് ടോക്കിംഗ് ആണല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പ്ലേ ചെയ്ത ഓഡിയോ എന്ന് പറയുന്നത് ഇത്തിരി ടഫാണ്. ദാറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് വീഡിയോസ്, ഓഡിയോസ്. ടോമിൻ്റെ സംസാരമൊക്കെ കുറച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ ഒറിജിനലി നമ്മളുടെ ടെസ്റ്റിന് ഇത്രയും ടഫായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലാത്ത കോൺവെർസേഷൻ ഒന്നും കിട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് കേൾക്കാനും നമുക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള കോൺവെർസേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടഫാണ്. കുറച്ചുകൂടി എളുപ്പമുള്ളതായിരിക്കും കിട്ടുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഈ ഒരു ഓഡിയോ ആണ് എൻ്റെ ഡ്രൈവിൽ കിടന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്ലേ ചെയ്യിച്ചത്. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. ദാറ്റ്സ് വാട്ട് ഐ മൈൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എ പാർട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. നമ്മുടെ എ പാർട്ടിൽ 2 കോൺവെർസേഷൻ ആണല്ലോ. രണ്ടും എ പാർട്ട് എയും പാർട്ട് ബിയും, എയുടെ തന്നെ സബ് പാർട്ടുകളുണ്ടല്ലോ. എ പാർട്ട് 1 ആൻഡ് എ പാർട്ട് 2, 2 എക്സ്ട്രാക്റ്റുകളാണ്. ഇത് രണ്ടും സെയിം ഫോർമാറ്റാണ്. ഇതിൻ്റെ സിറ്റുവേഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ടോം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്. അവർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആ സിറ്റുവേഷൻ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഒരു കോൺവെർസേഷൻ എവിടെയാണ് നടക്കുന്നത്, അവിടെ വരാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിൻ്റെ കൺസേൺസ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അതല്ല, നമ്മൾ ഇതൊന്നും നോക്കാതെ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ദിസ് ഈസ് OET ലിസണിങ് സബ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. ആ സമയത്തൊന്നും നമ്മൾ അതിനകത്ത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ ഓഡിയോ കേൾക്കാതെ നിങ്ങൾ വായിക്കുക.
കാരണം ഓഡിയോ സ്ലോയിലാണ് അവർ പറയുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ ഓഡിയോ എന്ന് പറയുന്നത് സ്ലോ ആണ്. അപ്പോൾ അത് അത്രയും കേട്ട് വേസ്റ്റ് ആക്കുന്ന സമയമില്ല. ഓഡിയോ അവിടെ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വായിക്കുക, ഏറ്റവും മേളിൽ കൊടുത്തേക്കുന്ന ഏത് സിറ്റുവേഷനാണെന്ന് വായിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങുക. ഏകദേശം അവർ ആ ക്വസ്റ്റ്യൻ്റെ ഇൻട്രൊഡക്ഷൻ ഓഡിയോ തീരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഏകദേശം വായിച്ച് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ അവർ ഒരു 30 സെക്കൻഡ്സ് വരുമല്ലോ, അത് 30 സെക്കൻഡ്സ് വരുമ്പോൾ വീണ്ടും വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് എ പാർട്ട് വായിക്കാൻ, അതായത് എ പാർട്ടിൻ്റെ ആദ്യത്തെ എക്സ്ട്രാക്റ്റ് വായിക്കാനായിട്ട് കിട്ടും. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ഈ ഡോക്ടർ അല്ലെങ്കിൽ GP അല്ലെങ്കിൽ പേഷ്യൻറ്റിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. മറ്റവരുടെ കാര്യം അത്ര നമ്മൾ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ നിന്ന് വരും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും പേഷ്യൻറ്റിന് ആൻസർ ചെയ്യുന്നതായിരിക്കും വരുന്നത്, പേഷ്യൻ്റ് സംസാരിക്കുന്നതിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴത്തേക്കും ഈ ബ്ലാങ്കിൻ്റെ തൊട്ട് മുന്നേ എഴുതിയേക്കുന്ന കാര്യങ്ങളും ബ്ലാങ്കിന് ശേഷം എഴുതിയേക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവിടെയൊക്കെ ഈ ടെൻസ് ഫോംസ് വ്യത്യാസം വരുമായിരിക്കും. ടെൻസ് ഫോംസ് ഡിഫറെൻ്റ് ആകുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വേർബ്സിൻ്റെ ടെൻസും ഡിഫറെൻ്റ് ആയിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പാട്ടിനകത്ത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കീവേഡ്സ്. ഇവിടെ കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കീവേഡുകളാണ് അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാർക്ക് ചെയ്തിടണം. കീവേഡ്സ് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഓഡിയോ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അത് ആദ്യമേ തന്നെ മാർക്ക് ചെയ്തിടുക. പിന്നെ പറയാനുള്ളത്, നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റീഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. റീഡ് ചെയ്യാനായിട്ട് സമയം തരുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഈ 12th ക്വസ്റ്റ്യൻസ് വരെ വായിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഈവൻ ബ്ലാങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇവിടെ ഇന്നതായിരിക്കാം വരേണ്ട, ഇവിടെ ഇന്നതായിരിക്കാം എന്നൊരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്താണ്, ഇവിടെ മേ ബി ഒരു ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ആയിരിക്കാൻ തോന്നി അവിടെ ജസ്റ്റ് ഒന്ന് ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ DC നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടണം. അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റിൻ്റെ നമ്മുടെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ D എന്നുള്ള ആ ഡേറ്റ് അവിടെ മാർക്ക് ചെയ്തിടുക. അപ്പം അതിനൊന്നും ഒരുപാട് സമയം എടുക്കരുത്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം മതി കേട്ടോ. ഈ നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കുറിച്ചിടുക. അപ്പോൾ നമുക്ക് ആ ഓഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആ ബ്ലാങ്കിൻ്റെ ഇപ്പുറത്തുള്ള കാര്യം ഒന്നുകൂടി റീഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതൊരു നല്ല ഒരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ലിസണിങ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പരിചയമില്ലാത്തൊരു കോൺവെർസേഷനാണ്. നമ്മളത് കേട്ട് മനസ്സിലാക്കിയെടുത്ത് അറ്റ് എ സെയിം ടൈം തന്നെ ഓഡിയോ കേൾക്കുക, മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക, എഴുതുക, എന്തുമാത്രം കാര്യങ്ങൾ അറ്റ് എ ടൈം നടക്കുന്നതല്ലേ. ഇതിന് നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം ചെന്ന് ലിസണിങ് മോഡ്യൂൾ എടുത്ത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫെഡപ്പായിപ്പോകും. നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഡീമോട്ടിവേറ്റഡ് ആകും. ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും. അത് നാച്ചുറലാണ്, അതങ്ങനെ തോന്നും. ആദ്യമേ തന്നെ നമ്മൾ കുറേ ഓഡിയോസൊക്കെ കേട്ട് നമ്മുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അല്ലാതെ നമുക്ക് ഒരാൾക്കും, ഈവൻ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിന് പോലും അവരുമൊക്കെ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താണ് റെഡിയായി വന്നേക്കുന്നത്. അല്ലാതെ ആർക്കും നമുക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ജനിക്കണമായിരുന്നു, ഓസ്ട്രേലിയയിലോ UK അമേരിക്കയിലൊക്കെ ജനിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിസണിങ്ങിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. കാരണം നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമ്മളെ റോങ് പ്രൊനൗൺസിയേഷനാണ് പഠിപ്പിച്ച് വിട്ടത്. നമ്മളെ പറഞ്ഞിട്ട് കാര്യം, നമ്മളതാണ് പഠിച്ചു വന്നതും. ഇപ്പോഴും നമുക്ക് അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഒരുപാട് ഇനി ട്രൈ ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ പ്രൊനൗൺസിയേഷൻ മാറ്റിയെടുക്കാനായിട്ട്. പക്ഷേ സ്റ്റിൽ ട്രൈ ചെയ്യുക. കറക്റ്റ് പ്രൊനൗൺസിയേഷനൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തത് അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കണം. പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഇവരുടെ കോൺവെർസേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കത്തുള്ളൂ. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വളരെ യൂഷ്വലി നമ്മൾ കേട്ട് പരിചയമുള്ള സിമ്പിൾ കാര്യങ്ങളായിരിക്കും. പക്ഷേ അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ഏത് വാക്കാണ് അവർ പറഞ്ഞതെന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിച്ചതുപോലെയല്ല. നമ്മൾ പഠിച്ച എല്ലാം റോങ് പ്രൊനൗൺസിയേഷനാണ്. എനിക്ക് ഒത്തിരി പ്രോബ്ലം ഉള്ള ഒരു ഏരിയയാണ് പ്രൊനൗൺസിയേഷൻ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്കിപ്പോഴും എൻ്റെ ലാംഗ്വേജിലേക്ക് ആ പ്രൊനൗൺസിയേഷൻ അത്ര കറക്റ്റായിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ്. ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ. ഐ ഡോണ്ട് നോ. അപ്പോൾ നിങ്ങളത് ഇപ്പോൾ തന്നെ പ്രൊനൗൺസിയേഷൻ കേട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ സംസാരത്തിൽ സ്പീക്കിങ്ങിൽ അത് കൊണ്ടുവരാനും ശ്രമിക്കുക. ഞാനീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെ പോലെ വാ എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ സംസാരിക്കാൻ നോക്കുക. അല്ലാണ്ട് സ്റ്റൈലിഷ്നെസ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ വൊക്കാബുലറി അത്ര ഇമ്പോർട്ടൻ്റ് ആണോ ലിസണിംഗ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം റീഡിങ്ങിൽ വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് എന്നാൽ പോലും IELTSൻ്റെ അത്രയും ടഫ് വൊക്കാബ്സ് ഒന്നും OET റീഡിങ്ങിലില്ല കേട്ടോ. OET റീഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് അനലൈസ് ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ടെൻസ് ഫോമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് റീഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പാട്ട് അങ്ങനെയാണ്. ഞാൻ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല, ആദ്യം പറഞ്ഞ കണക്ക്. ഇനി നമ്മൾ ഓരോ പാട്ടും ഞാൻ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്ത് ഞാനിരുന്ന് നിങ്ങളുടെ കൂടെ ചെയ്ത് വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി പാട്ടാണ് അല്ലേ. ബി പാട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ബി പാട്ട് എന്ന് പറയുന്ന ലിസണിങ്ങിൻ്റെ. അതെന്തോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒരു 3 ടൈംസ് എങ്കിലും വായിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം ശരിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് വായിച്ച് നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻസും ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയി. അപ്പം ഞാൻ വിചാരിച്ചത് ബി പാട്ടും സി പാട്ടും എല്ലാം കൂടി ഈ ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് കണ്ടൻസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ബി പാട്ടും സി പാട്ടും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബി പാട്ടും സി പാട്ടുമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ ഏകദേശം 15 മിനിറ്റ്സോളം ആയിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ അതുപോലെ സ്പെസിഫിക് കണ്ടൻറ്റും ഒക്കെ ആയിട്ട് വീഡിയോസ് ഇടാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.